മനുഷ്യജീവി സംഘർഷം ഒഴിവാക്കാൻ ഗോത്രവിഭാഗങ്ങളുടെ പരമ്പരാഗത മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ്. വകുപ്പിന് പദ്ധതി നടപ്പിലാക്കുന്നതിൽ പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിൽക്കുമെന്ന് കോഴിമല രാജാവ് രാമൻ രാജ മന്നാൻ പറയുന്നു. പദ്ധതി പ്രായോഗികമായി നടപ്പിലാക്കി ശാശ്വത പരിഹാരത്തിലാണ് പരിശ്രമിക്കുന്നതെന്ന് മിഷൻ ട്രൈബൽ നോളജിന്റെ സംസ്ഥാന കോർഡിനേറ്റർ രാജു കെ ഫ്രാൻസിസ് പറഞ്ഞു. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആദിവാസി സമൂഹം അടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ വന്യജീവി പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പരമ്പരാഗതമായ മാർഗ്ഗങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതിയുമായി മുമ്പോട്ട് പോകണമെന്ന്. എന്തായിരുന്നാലും വനം വകുപ്പ് അതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തുകയും ഇപ്പോൾ അത്തരമൊരു പദ്ധതിക്ക് തന്നെ രൂപം നൽകിയല്ലേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള 10 മിഷനിലെ ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഗോത്രപീരി എന്നുള്ളത്. അവരുടെ അറിവുകളെ നമുക്കുള്ള തിരിച്ചറിവുകളാണ്. അതിനെ ട്രഡീഷണൽ നോളജുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇന്നോവേഷൻസിലോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാടിനെ ഇത്രയും നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ ഇത്രയും നന്നായിട്ട് അറിയുന്ന ഒരു സമൂഹം അവിടെ നിലനിൽക്കെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്നോവേഷൻസിനകത്തും എത്രത്തോളം ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. അതായത് വന്യമൃഗം എന്നുള്ളത് 5 അറിവുള്ള ഒരു ജീവിയാണ്. അപ്പോൾ അതിന് മനുഷ്യനെന്നോ മറ്റിതര സംവിധാനമെന്നോ എന്ന ഒരു തിരിച്ചറിവില്ലാത്ത ഒരു ജീവിയാണ്. അപ്പോൾ ആ ഒരു വന്യമൃഗങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിൻ്റെ പോരായ്മ എന്താണെന്ന് 6 അറിവുള്ള മനുഷ്യരായ നമ്മൾ വേണം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവരുടേതായ തലത്തിലേക്ക് തിരിച്ചുവിടാനുള്ള പരിശ്രമം നടത്തേണ്ടത്. എന്തായിരുന്നാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിവാദമായി ഉയർന്നു വരുന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്ന വന്യമൃഗ ശല്യത്തിൻ്റെ കാരണം എന്തെന്ന് കണ്ടെത്തി അതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകുവാൻ വേണ്ടി ഈ ആദിവാസി സമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ ഇപ്പോൾ വനംവകുപ്പിന് കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രായോഗികമായി മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് വനംവകുപ്പിൻ്റെ തീരുമാനവും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. കാടിനെ അറിയുന്നവർക്ക് തന്നെ ആയിരിക്കുമല്ലോ ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണം നേരിടാനുള്ള സൂത്രങ്ങളും അറിയുക. ഏതായാലും അത് ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു